മാർ അപ്രേം തിരുമേനിയുടെ സഭാവിരുദ്ധ പ്രസംഗം മലങ്കര സഭയെ ആകമാനം പിടിച്ചുകുലുക്കി. വിശ്വാസികളിൽ തന്നെ രണ്ടഭിപ്രായമായി. കൊച്ചി കണ്ടനാട് വെസ്റ്റ്, കണ്ടനാട് ഈസ്റ്റ്, അങ്കമാലി, തൃശൂർ എന്നിങ്ങനെ വടക്കോട്ടുള്ള ഭദ്രാസനങ്ങളിലെ വിശ്വാസികൾ ഭയപ്പാടിലാണ്. യാക്കോബായ വിഭാഗക്കാരുമായി പോരാടി ത്യാഗങ്ങളും ദുരിതങ്ങളും ഏറ്റ് മലങ്കര സഭയിൽ ഉറച്ച നിലപാടെടുത്തവർക്കുണ്ടാകുന്ന മാനസിക വേദന സഭാ നേതൃത്വം കാണാതെ പോകരുത്. അവരുടെ നിലവിളി കാണാതെ പോകുന്നത് ആരായാലും അവർക്ക് ശാശ്വത സമാധാനം ഈ ജീവിതത്തിൽ കിട്ടില്ല. ഇത് ശാപമൊന്നുമല്ല, മറിച്ച് അവരുടെ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനയാണ്. അവർ അനുഭവിച്ചതൊക്കെ അന്ന് ഇപ്പോഴത്തെ പോലെ സോഷ്യൽ മീഡിയകളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതിലൂടെ ലോകം മുഴുവൻ അറിയിക്കുമായിരുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്ന് വിഘട വിഭാഗത്തിന് വേണ്ടി കരയുന്നവർ അന്ന് കരയുമായിരുന്നു. ഇനിയും അനേകം കഥകളുണ്ട് അവർക്ക് പറയാൻ. അവരൊക്കെ മലങ്കര സഭയിലേക്ക് വരുന്നത് പോലെ എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ ഓരോ പള്ളിയുടെയും പഴയ അവസ്ഥ മനസ്സിലാവും. ഇപ്പോൾ ഏകദേശം 60 പള്ളിക്കാർ വളരെ സന്തോഷത്തിൽ തന്നെയാണ്. കാരണം പള്ളി കോടതി വിധി പ്രകാരം ലഭിച്ചിട്ട് അവർ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. അവിടെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ. അതിന് പള്ളിപ്പിടുത്തം എന്നാണ് പേര് വിളിക്കുന്നത് എങ്കിൽ അവിടുത്തെ വിശ്വാസികൾക്ക് സന്തോഷം മാത്രമേയുള്ളൂ. കാരണം എങ്ങനെയുള്ള പിടുത്തം ആണ് എങ്കിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയുള്ള അനുഭവം തന്നെയാണ് അവർക്ക് ഇപ്പോഴുള്ളത്. ആ സ്വാതന്ത്ര്യം കിട്ടുവാൻ അനേകം ത്യാഗങ്ങൾ അവർ അനുഭവിച്ചിട്ടുമുണ്ട്. നാളിതുവരെ സഭയുടെ വിശ്വാസികളുടെ പണം മുടക്കി കേസ് നടത്തി അവസാനം കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിലെ കോലഞ്ചേരി, കണ്ടനാട്, കടമറ്റം, പുത്തൻകുരിശ്, മുളക്കുളം തുടങ്ങിയ പള്ളികൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ബാവായുടെ മനസ്സ് മാറിയോ? ഇനി കേസ് വേണ്ട എന്ന നിലപാടിൽ എത്തിയോ? സ്വന്തം കാര്യം കഴിഞ്ഞുവല്ലേ? തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 11-ൽ പരം ഭദ്രാസനങ്ങളിൽ കേസുള്ള പള്ളികൾ കുറവാണ്. ഉണ്ട് എങ്കിൽ തന്നെ അവർക്ക് താല്പര്യമില്ല. പിന്നെ ഈ മെത്രാൻമാർ സിനഡിൽ എന്ത് തീരുമാനമെടുക്കും? അങ്കമാലി, കണ്ടനാട് വെസ്റ്റ്, കൊച്ചി, തൃശൂർ ഇവിടെയൊക്കെയുള്ള വിശ്വാസികൾക്കല്ലേ പള്ളി നഷ്ടപ്പെട്ടത്? ഈ ഭദ്രാസനത്തിൽ ഉള്ളവർ ഈ സഭയുടെ മക്കളല്ലേ? അവർക്ക് അടി കിട്ടിയാൽ മറ്റുള്ളവർക്ക് എന്ത്? അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ? വടവുകോട് പള്ളിയിൽ 6 വർഷം മുമ്പ് 2 പേരുടെ തല രാത്രിയുടെ മറവിൽ അടിച്ചു പൊട്ടിച്ചിട്ട് 18ഉം 20ഉം സ്റ്റിച്ചിട്ടതും കുറെ പേര് വയറിനും പുറത്തിനും അടി കൊടുത്തതും ആരും മറക്കരുത്. ഇപ്പോഴും ആ അടി കിട്ടിയതിന്റെ ദുരിതവും പേറി ജീവിക്കുന്നവരെ ഒന്ന് കാണുമ്പോൾ ഇപ്പോൾ സമാധാനം പറയുന്നവർക്ക് എല്ലാം മനസ്സിലാകും. അങ്ങനെ ഉള്ളവരോട് ഈ സമാധാനം പറഞ്ഞ് ചെല്ലരുത്. ഈ മാസം നടന്ന പെരുന്നാളിനും യാക്കോബായക്കാർ പ്രശ്നം ഉണ്ടാക്കിയതിന്റെ 3 കേസുകൾ പുത്തൻകുരിശ് പോലീസ് എടുത്തിട്ടുണ്ട്. അവരുടെ സ്നേഹം കണ്ടിട്ടാണ് ഈ കാണിക്കുന്നത് എങ്കിൽ ആയിക്കോട്ടെ, അവസാനം നിലവിളിക്കേണ്ടി വരും. ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം.